ഒരു വലിയ ലാലേട്ടൻ ഫാനാണെന്നല്ലോ. ഫസ്റ്റ് ലാലേട്ടനെ കണ്ടപ്പോഴത്തേക്ക് എന്താണ്? അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു ലാലേട്ടനെ കണ്ട സമയത്ത്. കാരണം നമ്മൾ ലാലേട്ടൻ സ്ക്രീനിൽ കണ്ടല്ലേ ശീലിച്ചിട്ടുള്ളൂ. ഇപ്പൊ അടുത്ത് കാണുമ്പോഴും ഇപ്പൊ നവാസിക്ക് അറിയാമല്ലോ, നമ്മളിപ്പോ ഒരു നടനെ അടുത്ത് കാണുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത് ഒരു ഫോട്ടോ എടുക്കുക. ഓക്കെ, നമ്മളുമായിട്ടൊരു കുറെ സമയം, ഒരു 2-3 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒരു കുശലം പറച്ചിലും തമാശ പറച്ചിലും ചേർത്ത് പിടിക്കലും ഒക്കെ ഉണ്ടാന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആണ്. ഇപ്പൊ ലാലേട്ടനാണെങ്കിലും മമ്മൂക്കി ആണെങ്കിലും ആരാണെങ്കിലും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയി പോകും, നമ്മുടെ കിളിവാറി പോകും. സത്യം പറഞ്ഞാൽ ഞാൻ ലാലേട്ടനെ ഫസ്റ്റ് കാണുന്ന അവിടെ വെച്ച് ജീവിതത്തിൽ. ഞാൻ മുമ്പ് ലാലേട്ടനെ കണ്ടിട്ടില്ല. ഞാൻ ലാലേട്ടന്റെ വലിയൊരു ഫാൻ ആണെങ്കിലും ഞാൻ ലാലേട്ടനെ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ കണ്ട മൊമെന്റില് അന്ന് എന്റെ മറ്റേ അവിടുത്തെ സ്ക്രീനില് എന്നെ പറ്റി കാണിക്കുന്നൊക്കെ ഉണ്ട്. അതൊന്നും എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഞാൻ ഫുള്ള് ലാലേട്ടനിൽ മാത്രം ഇങ്ങനെ ഞാനിങ്ങനെ ഇടം കണ്ടിട്ട് ലാലേട്ടൻ ഇടക്കിടക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമുക്ക് 2-3 തവണ ലാലേട്ടനെ കാണാൻ വീണ്ടും പറ്റി. അപ്പൊ ഭയങ്കര ലക്കായിരുന്നത്. അതിനകത്ത് ഒരു സംഭവം ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് എന്റെ ഓപ്പറേഷന്റെ ഓപ്പറേഷൻ അന്ന് ലാലേട്ടൻ എന്നെയല്ല, നമ്മുടെ അടുത്ത് ഫോണൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഏഷ്യാനെറ്റിന്റെ ഒരു സാറുണ്ട്. അദ്ദേഹത്തെ ലാലേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു സിജോക്ക് എങ്ങനെയുണ്ട്. അപ്പൊ എന്റെ പേരെടുത്ത് ചോദിച്ചു സിജോക്ക് എങ്ങനെയുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ള ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതെനിക്ക് ആ കമ്മ്യൂണിക്കേഷൻ ഞാൻ കേൾക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അന്ന് ലാലേട്ടൻ നാട്ടിലില്ല. എനിക്ക് തോന്നുന്നു നമ്മുടെ എമ്പുരാന്റെ ഷൂട്ടിംഗ് വിദേശത്തൊക്കെ ഉണ്ടാവുന്നു. ആ സമയത്ത് പോലും പുള്ളി അത്രയും നമ്മളെ ഒരു പ്രൊമോ കണ്ടിട്ട് ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാര്യങ്ങൾ തിരക്കി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായിരുന്നില്ല. അപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് ഞാൻ കേട്ട സമയത്ത്. കാരണം എന്റെ അടുത്ത് അവരുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറഞ്ഞ സമയത്ത് ഞാൻ ഭയങ്കര ഹാപ്പി ആയി. പിന്നെ വീക്കെൻഡ് വന്ന സമയത്താണെങ്കിലും വീണ്ടും ചോദിച്ചു അവൻ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ പിന്നെയും സംസാരിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പേരെടുത്ത് ലാലേട്ടനെ പോലുള്ള ആള് നമ്മുടെ പേരെടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാവും. പിന്നെ എന്നെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടറിനെ ഒക്കെ പറഞ്ഞിരുന്നു ഇവരൊരുമിച്ച് ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫ്ലൈറ്റ് യാത്ര ചെയ്തപ്പോഴത്തേക്കും ലാലേട്ടന്റെ കൂടെ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ പറ്റി ഒരുപാട് നേരം സംസാരിച്ചു എന്ന് പറഞ്ഞു. ആ ഡോക്ടർ എനിക്കൊന്ന് പറഞ്ഞു, നിന്നെ പറ്റി